കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപനത്തോടടുക്കുകയാണ്. ഇനി 2 ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ സ്ത്രീകളും ആനയും ഈ സന്നിധിയിൽ നിന്ന് വിടവാങ്ങും. പിന്നെ കൊട്ടിയൂരപ്പന് നിഗൂഢ പൂജകൾ അർപ്പിക്കുന്ന ദിനങ്ങളാണ് 4 ദിനങ്ങൾ. ജൂലൈ 4-ാം തീയതി ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് സമാപനം കുറിക്കും. കൊട്ടിയൂർ പെരുമാളിനെ ഈ വർഷം ദർശിക്കാൻ എല്ലാ വർഷത്തേക്കാളും നിരവധി തിരക്കാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ഭഗവാന്റെ ഈ സന്നിധിയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് ഈ സന്നിധിയിൽ എത്തുന്നത്. എന്തായാലും അതിൻ്റെ ഒരു തിരക്ക് മലയാളികളെല്ലാം നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും കൊട്ടിയൂരിൽ വളരെ നല്ല ക്രമീകരണങ്ങളാണ് കൊട്ടിയൂർ ദേവസ്വവും മലബാർ ദേവസ്വവും പോലീസും എല്ലാം ചെയ്യുന്നത്. ഭക്തരെല്ലാം കുറച്ചു സമയം നിൽക്കേണ്ടി വരുമെങ്കിലും കൊട്ടിയൂരിലെ എല്ലാ വർഷവും ഉണ്ടാകുന്ന തിരക്ക് റോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങൾ പ്രത്യേകിച്ച്. ഈ വർഷം നമുക്കറിയാം സ്കൂളെല്ലാം പ്രവർത്തിക്കുന്ന കാലയളവിലാണ് ഇത്തവണ വൈശാഖ മഹോത്സവം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. അത് എല്ലാ വർഷവും കൊട്ടിയൂർ പെരുമാളുടെ സന്നിധി ഇങ്ങനെ തന്നെയാണ്. ഭഗവാൻ നമുക്കായി മാറ്റിവെക്കുന്ന 28 ദിനങ്ങളാണ്. ആ ദിനങ്ങളിൽ എത്തി ഭഗവാന്റെ അനുഗ്രഹം നേടുന്ന മുഹൂർത്തമാണ് ഈ തിരുവഞ്ചിറയിലും മണിത്തറയിലും അമ്മാറയ്ക്കൽ തറയിലും ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭക്തർ സാക്ഷികളായി മാറുന്നത്.